അഞ്ചാം വാർഷികാഘോഷ നിറവിൽ ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിജയകരമായ 5 വർഷങ്ങൾ പൂർത്തീകരിച്ചതിന്റെ സന്തോഷസൂചകമായി വാർഷികാഘോഷ ദിനമായ ഓഗസ്റ്റ് 24-ന് 10 പുതിയ പദ്ധതികളാണ് ചെയർമാൻ ഡോക്ടർ വിപിൻ ദാസ് കടങ്ങോട്ട് പ്രഖ്യാപിച്ചത്. 2020 ഓഗസ്റ്റ് 24-നാണ് തൃശൂർ ആസ്ഥാനമായി ധനലക്ഷ്മി എന്ന ബാങ്കിംഗിതര ധനകാര്യ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുന്നത്. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ ഒരു ബ്രാഞ്ചിൽ തുടങ്ങിയ ധനലക്ഷ്മി 5 വർഷം കൊണ്ട് 10 സംസ്ഥാനങ്ങളിലായി 10,000-ഓളം നിക്ഷേപകരും 160-ഓളം ശാഖകളുമായി മുന്നേറുകയാണ്. വാർഷികാഘോഷ ദിനമായ ഓഗസ്റ്റ് 24-ന് നടത്തുന്ന വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനം ചെയർമാൻ ഡോക്ടർ വിപിൻ ദാസ് കടങ്ങോട്ട് നടത്തി. പുതിയ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസിന്റെ ശിലാസ്ഥാപന ചടങ്ങ് 24 രാവിലെ 8:30 മണ്ണുത്തിയിൽ നടക്കും. സ്വന്തം സ്ഥലത്ത് നിർമ്മാണം ആരംഭിക്കുന്ന ഹെഡ് ഓഫീസിന്റെ ശിലാസ്ഥാപനം മെഡിക്കൽ ആസ്ട്രോളജർ മോഹൻ കെ വേദ്കുമാർ നിർവഹിക്കും. ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, ഗുജറാത്ത് എന്നീ 4 സംസ്ഥാനങ്ങളിലെ പുതിയ ശാഖകളുടെ ഉദ്ഘാടനവും ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസിന്റെ ഉദ്ഘാടനവും അന്നു തന്നെ നടക്കും. അംഗപരിമിതരായ 100 പേർക്ക് സൗജന്യമായി കൃത്രിമകാലുകൾ നൽകുന്നതിന്റെ 1ാം ഘട്ടവും, ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിനായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനവും കമ്പനിയുടെ മരത്താക്കരയിലെ ഹെഡ് ഓഫീസിലെ ധനവിസ്മയ ഹാളിൽ നടക്കും. തെരുവിൽ വിശന്നു വലയുന്ന 100 പേർക്ക് ദിവസേന ഭക്ഷണം നൽകുന്ന പദ്ധതിയായ അന്നസാരഥിയുടെയും പുതിയ ഹോസ്പിറ്റാലിറ്റി സംരംഭമായ ഡി ഗ്രാൻഡ് ഹോട്ടലിന്റെ സോഫ്റ്റ് ലോഞ്ചും അന്നു തന്നെ നടക്കും. തൃശൂർ ആറാട്ടുപുഴയിലെ 14 ഏക്കർ വരുന്ന ആഗ്രോ ഫാമിന്റെ ഉദ്ഘാടനവും അന്ന് നടക്കും. കമ്പനിയുടെ 10,000-ഓളം വരുന്ന കസ്റ്റമേഴ്സിന് നന്ദി അറിയിക്കുന്നതിനായി കേരളത്തിലെ 14 ജില്ലകളിലും തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ 6 സംസ്ഥാനങ്ങളിലെ ബ്രാഞ്ചുകളിലും ഇൻവെസ്റ്റേഴ്സ് മീറ്റും നടക്കും. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ 27 അനാഥാലയങ്ങളിലെ അന്തേവാസികൾക്ക് പ്ലേറ്റും ഗ്ലാസും ഉച്ചഭക്ഷണവും വിതരണം ചെയ്യും. നമുക്കറിയാം, കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ 6 സ്റ്റേറ്റുകളിൽ നിന്ന് ഈ 24-ാം തീയതി ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ്, ഗുജറാത്ത് എന്നീ 4 സ്റ്റേറ്റുകളിലേക്ക് ധനലക്ഷ്മിയുടെ പ്രവർത്തനം 10 സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ വിപിൻ ദാസ് കടങ്ങോട്ടിനൊപ്പം കമ്പനി ഡയറക്ടർമാർ, ജീവനക്കാർ തുടങ്ങിയവരും പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.